വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിൽ റാക്കറ്റിലെ മുഖ്യ സൂത്രധാരനെയും ഭാര്യയും ചോദ്യം ചെയ്ത് ഇ.ഡി. മുഹമ്മദ് നജീബ്, ഭാര്യ റഷീദ എന്നിവരെ ജയിലിൽ എത്തിയാണ് ചോദ്യം ചെയ്തത്. കോടതിയുടെ അനുമതി വാങ്ങിയ ശേഷമായിരുന്നു ചോദ്യം ചെയ്യൽ. എറണാകുളം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികൾ 3 മാസമായി ജയിലിലാണ്. സ്വകാര്യ ആശുപത്രികളുമായുള്ള ബന്ധം സംബന്ധിച്ചും ഇ.ഡി. വിവരങ്ങൾ ശേഖരിച്ചു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. മിഥുൻ, കഴിഞ്ഞ ദിവസം ലക്ഷോറിലെ 2 ഡോക്ടർമാരെ ഇ.ഡി. സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇതിനിടയിലാണ് മുഖ്യ സൂത്രധാരനെയും ഭാര്യയും ചോദ്യം ചെയ്തു എന്നുള്ള വിവരം കൂടി വരുന്നത്. എങ്ങനെയാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്? അന്വേഷണം ഏത് ഘട്ടത്തിലേക്ക് കടക്കുന്നു മിഥുൻ? നമ്മുടെ സമൂഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു കുറ്റകൃത്യത്തിൻ്റെ അല്ലെങ്കിൽ ബൃഹത്തായിട്ടുള്ള ഒരു മാഫിയയുടെ ഒരു വലിയ അതുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു ഞെട്ടിക്കുന്ന വിവരം തന്നെയായിരുന്നു ഈ അവയവ കടത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടെത്തിയിരുന്നത്. അത് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം നമ്മുടെ പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അവയവ മാഫിയ പിടിമുറുക്കുകയും പാവപ്പെട്ട ആളുകളെ അവർക്ക് പണം നൽകിക്കൊണ്ട്, അതുപോലെ തന്നെ തുച്ഛമായ പണവും അടക്കം നൽകിക്കൊണ്ട് അവയവം കടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും മുഖ്യ കണ്ണിയായിട്ടുള്ള 2 പേരെ ഇപ്പോൾ പോലീസ് ഇ.ഡി. ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അവർ കഴിഞ്ഞ 3 മാസമായി എറണാകുളത്ത് ജയിലിൽ കഴിയുകയാണ്. മുഹമ്മദ് നജീബും ഭാര്യ റഷീദയുമാണ് ഇത്തരത്തിൽ ഇ.ഡി. ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇ.ഡി. പ്രധാനമായും ഇക്കാര്യത്തിൽ ഇതിൻ്റെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള കേസുകളാണ് അല്ലെങ്കിൽ വിവരങ്ങളാണ് ഇ.ഡി. ശേഖരിക്കുന്നത്. ഇ.ഡി. ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളത്തെ വിവിധ ആശുപത്രികളെയും പ്രത്യേകിച്ച് ലേക്ക് ഷോർ ആശുപത്രിയിലെ അവിടുത്തെ അധികൃതരെയും അതുപോലെ തന്നെ ഡോക്ടർമാരെയും എല്ലാം ചോദ്യം ചെയ്തിരുന്നു. ലേക്ക് ഷോർ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള അവയവക്കടത്ത് ഇതുമായി നടന്നിരുന്നു. വ്യാജരേഖ ചമച്ചുകൊണ്ടുള്ള അവയവക്കടത്തിന് ആശുപത്രി അധികൃതരെല്ലാം വിവിധ സ്വകാര്യ ആശുപത്രികൾ ഇവരുമായി ഈ മാഫിയയുമായി കരാറുണ്ടാക്കിയിരുന്നതടക്കമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. ഈ ഘട്ടത്തിലാണ് ഇ.ഡി. അതിൻ്റെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചും കള്ളപ്പണ ഇടപാടുകളെ സംബന്ധിച്ചുള്ള അന്വേഷണം വ്യാപകമാക്കിയത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ 2 പേരെയും ജയിലിലെത്തി ചോദ്യം ചെയ്തിരിക്കുന്നത്. മുഹമ്മദ് നജീബിനെയും ഭാര്യ റഷീദയെയും ജയിലിലെത്തിയാണ് ചോദ്യം ചെയ്തത്. ഈ ആശുപത്രികളുടെ പങ്കിനെ സംബന്ധിച്ചും ഇവർ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ചോദിച്ചറിഞ്ഞിരിക്കുന്നത് എന്നാണ് ഏറ്റവും നമുക്ക് വ്യക്തമായി അറിയാൻ കഴിയുന്നത്. നേരത്തെ പോലീസിന് ശേഖരിച്ച ചില വിവരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരുന്നു ഇ.ഡി. നടത്തിയിരുന്നത്. ഒപ്പം തന്നെ ആശുപത്രിയിലെ വിവിധ ആളുകളെയും അധികൃതരെയും എല്ലാം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തിയിരുന്നത്. മുഖ്യ പ്രതിയെ ചോദ്യം ചെയ്യുന്നത് ഇതാദ്യമാണ്. അതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇ.ഡിക്ക് ശേഖരിക്കാനായി എന്നാണ് നമ്മൾ കരുതുന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ തുടർന്നുള്ള ചോദ്യം ചെയ്യലുകൾ വീണ്ടും ഈ ആശുപത്രി അധികൃതരെ കേന്ദ്രീകരിച്ചുള്ള ചോദ്യം ചെയ്യൽ വീണ്ടും പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികൾക്കെതിരെ ശക്തമായ അന്വേഷണം പുരോഗമിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിന്മേലുള്ള തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.